CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയം ചർച്ച ചെയ്തു. അതിൻ്റെ വിവരങ്ങൾ അല്പസമയത്തിനകം നമുക്ക് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നതാണ്. AK സ്റ്റെഫിൻ ചേരുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. സ്റ്റെഫിൻ, ഈ പ്രകാശ് ജാവ്ദേക്കർ EP കൂടിക്കാഴ്ച, EP ജയരാജൻ്റെ തിരഞ്ഞെടുപ്പ് ദിവസത്തെ ആ വെളിപ്പെടുത്തൽ, ഇതൊക്കെ എത്രത്തോളം ഗൗരവത്തോടു കൂടി പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തു എന്ന് മനസ്സിലാക്കുന്നു? EPയുടെ സാന്നിധ്യം കൂടി ആ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്നുവല്ലോ. പ്രജീഷ്, അതീവ ഗൗരവത്തോടു കൂടിയാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയം കാണുന്നത്. പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായും CPM ഉയർത്തി കാണിച്ച വിഷയമായിരുന്നു കോൺഗ്രസ് BJP ബന്ധം. അത് CPMന് തന്നെ വലിയ തിരിച്ചടിയായി LDF കൺവീനറുടെ ഭാഗത്തു നിന്ന് തിരഞ്ഞെടുപ്പിൻ്റെ ആ ദിവസം തന്നെ വന്നു. അത് CPM സെക്രട്ടേറിയറ്റിൽ മുതിർന്ന നേതാക്കൾ ഉന്നയിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ഇന്നത്തെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ഏറ്റവും പ്രധാന അജണ്ടയായിരുന്നത് തിരഞ്ഞെടുപ്പ് അവലോകനമാണ്. ആ അവലോകനത്തിനിടയിലാണ് ഇത്തരത്തിൽ ഈ EP ജാവ്ദേക്കർ വിഷയം ചർച്ചയായത്. അതിൽ EP ജയരാജൻ കൃത്യമായ വിശദീകരണം പാർട്ടി നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള പാർട്ടിയുടെ ഔദ്യോഗികമായ ഒരു നിലപാട് അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭ്യമാകും. 3:30 കൂടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണും. അതിൽ പാർട്ടിയുടെ ഔദ്യോഗികമായ ഒരു നിലപാട് ഉണ്ടാകും. EPയുടെ കൺവീനർ സ്ഥാനം അടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ ഒരു എതിർപ്പ് മറ്റ് മുന്നണിയിലെ മറ്റ് പാർട്ടികൾക്കടക്കം ഉണ്ട്. ആ കാര്യത്തിലൊക്കെ തന്നെ CPMന്റെ EP ജയരാജൻ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. പക്ഷേ പറഞ്ഞതുപോലെ തന്നെ വളരെ LDFന്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാളെന്ന നിലയിൽ കേരളത്തിലെ അല്ലെങ്കിൽ സംസ്ഥാനത്തിലെ പാർട്ടിക്ക്, സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ഈ വിഷയത്തിൽ എന്തൊക്കെ പരിശോധനകളും നിർദ്ദേശങ്ങളും ഒക്കെ നൽകാൻ കഴിയും? പ്രജീഷ്, EP ജയരാജൻ കേന്ദ്ര കമ്മിറ്റി അംഗമായതുകൊണ്ട് തന്നെ ഈ എന്തെങ്കിലും തരത്തിലുള്ള നടപടിക്ക് സംസ്ഥാന സെക്രട്ടറിന് കഴിയില്ല. അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇനി തിരഞ്ഞെടുപ്പ് കൂടി വരാനിരിക്കുന്നുണ്ട്. അത്തരം ചില കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പാർട്ടി കടക്കുകയാണെങ്കിൽ അത് കേന്ദ്ര നേതൃത്വമൊക്കെ ആയിട്ട് ആലോചിച്ചതിന് ശേഷമായിരിക്കും. അല്ലെങ്കിൽ ഇവിടെ നിന്നും കേന്ദ്ര കമ്മിറ്റിക്ക് അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോയ്ക്ക് ഒരു നിർദ്ദേശം വയ്ക്കാൻ മാത്രമേ സംസ്ഥാന സെക്രട്ടറിന് കഴിയുകയുള്ളൂ. അത്തരത്തിലായിരിക്കും ആ നടപടികൾ. ഏതായാലും ആ ഘട്ടത്തിലേക്കൊന്നും തന്നെ പാർട്ടി ഇതുവരെയും കടന്നിട്ടില്ല. എന്താണ് പാർട്ടിയുടെ ഔദ്യോഗികമായൊരു നിലപാടെന്ന് നമുക്ക് അല്പസമയത്തിനകം തന്നെ അറിയാം. ശരി സ്റ്റെഫിൻ, എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇത് എത്രത്തോളം ഗൗരവത്തോടു കൂടി ഈ വിഷയത്തെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് കണ്ടിട്ടുണ്ട്. വിശദമായ ചർച്ചകൾ അത് ആഴത്തിൽ തന്നെ നടന്നോ എന്നൊക്കെ പാർട്ടി സെക്രട്ടറി തന്നെ വിശദീകരിക്കും. നമ്മോടൊപ്പം അതിഥികളായി 2 പേരുണ്ട്. N ശ്രീകുമാർ, മാധ്യമപ്രവർത്തകൻ, ശ്രീ റെജി ലൂക്കോസ്, ഇടത് സഹയാത്രികൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ N ശ്രീകുമാർ, EP ജയരാജൻ്റെ വിഷയം അത് CPMനെ എത്രത്തോളം ഒരു അടിമുടി ഉലയ്ക്കുന്നതായി മാറിയിട്ടുണ്ട്? EP ജയരാജൻ ഒരു പത്മവ്യൂഹത്തിലാണോ? ഒരു നേരത്തെ പറഞ്ഞതുപോലെ CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അവിടെ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് എടുക്കാവുന്ന പരിമിതികൾ അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഈ വിഷയത്തിൽ പാർട്ടിയിൽ നിന്നും ഒരു തിരുത്തൽ പ്രക്രിയ താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അതല്ല EP ആ സ്ഥാനത്ത് തുടരാൻ സ്വയം കാര്യങ്ങളെ വിലയിരുത്തി ഇപ്പോഴും അദ്ദേഹം ഒടുവിലായി ന്യായീകരിക്കുകയാണ്. അതല്ല EP മാറി നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ടോ കാര്യങ്ങൾ? നോക്കൂ പ്രജീഷേ, ഇതിപ്പോൾ ശ്രീ MV ഗോവിന്ദ മാഷ് അരമണിക്കൂർ കഴിഞ്ഞ പത്രസമ്മേളനം നടത്തുന്നുണ്ട്. അപ്പൊ എന്തായാലും അദ്ദേഹം പാർട്ടിയുടെ ഒരു നിലപാട് വ്യക്തമാക്കുമല്ലോ. അപ്പൊ അതുവരെ നമ്മൾ എന്തെങ്കിലും ഊഹാപോഹങ്ങൾ പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, CPM നേതാക്കളും BJP നേതാക്കളും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധമാണ് ഇന്ന് ചർച്ചാ വിഷയം. അത് ഏത് രീതിയിലുള്ള ബന്ധമാണ്? ശ്രീ EP ജയരാജൻ BJPയിലേക്ക് പോകുമെന്നുള്ള ആ ഒരു പ്രചരണത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അദ്ദേഹം ഇപ്പൊ തന്നെ CPMന്റെ സമുന്നത നേതാവാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം വിശ്വസിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം എന്തിന് BJP നേതാക്കളെ കണ്ടു എന്നൊരു ചോദ്യമുണ്ട്. അത് കണ്ടാലും കണ്ടില്ലെങ്കിലും അത് ചർച്ചയായത് മാത്രമല്ല, ഇത് കണ്ടു എന്ന് സ്ഥിരീകരിച്ച ഒരു വാചകം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതായത് കുറെ കൂടി ജാഗ്രത പുലർത്തണമായിരുന്നുവെന്ന്. അപ്പൊ ആരെയോ കണ്ടിട്ടുണ്ട്. ആരെയാണ് കണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞില്ല. ജാഗ്രത പുലർത്തണമായിരുന്നു എന്ന് വെച്ചാൽ ജാഗ്രത ഇല്ലാതെ പെരുമാറി. അപ്പൊ അതെന്താണ്? അത് പാർട്ടി വിശദീകരിക്കുന്നു, വൈകുന്നേരം വിശദീകരിക്കുന്നു വെക്കാം. ഇതിലൊരു ഗൗരവത്തിൽ CPM എടുത്താലും ഗൗരവത്തിൽ എടുക്കുന്നു എന്ന് പൊതുജന സമക്ഷം അവർ പറയാൻ സാധ്യതയില്ല. കാരണം അത് പാർട്ടിക്ക് ഭയങ്കര ക്ഷീണം ചെയ്യും. ഒരുപക്ഷെ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ച് അല്ലെങ്കിൽ വിശ്വാസ്യത ഇല്ലാത്തവർ പറയുന്ന കാര്യം എന്നൊക്കെ പറഞ്ഞ് അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാം.
തൽക്കാലം ഒരു നടപടി ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇ.പി. ജയരാജൻ എന്നുള്ളത് അവരുടെ CPM-ന്റെ സംസ്ഥാന തലത്തിലെ ആദ്യത്തെ 2ഓ 3ഓ നേതാക്കളിൽ പ്രമുഖരാണ്. പ്രൈമസ് ഇന്റർ പേഴ്സ് എന്ന് പറഞ്ഞ പോലെ വേണമെങ്കിൽ തുല്യരിൽ ഒന്നാമനായിട്ട് അദ്ദേഹത്തെ കണക്കാക്കാം. ശ്രീ റെജി ലൂക്കോസ്, അങ്ങനെ പാർട്ടി നടപടി ഉണ്ടാകുമോ എന്നൊക്കെയുള്ള നമ്മൾ അല്പസമയത്തിനകം. അതിനപ്പുറത്തേക്ക് ഇതിൽ ഉന്നയിക്കപ്പെടുന്ന വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇ.പിക്കെതിരെ ഇ.പിയെങ്കിലും സ്വയം മാറി നിൽക്കേണ്ട ഒരു സാഹചര്യമില്ലേ ഇത്? പ്രത്യേകിച്ച് അതിൻ്റെ തലങ്ങളൊക്കെ മാറി പ്രധാനപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ ഇ.പി. ജാവദേക്കർ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിൽ തന്നെ ഉയരുമ്പോൾ എങ്ങനെ ഒരു മറുപടി നൽകാൻ പാർട്ടി പാടുപെടുന്നുണ്ടോ? അല്ല, ഇതിനകത്ത് പാടുപെടലിന് പ്രശ്നമില്ല പ്രതീക്ഷ. ഇപ്പൊ ഈ ശോഭാ സുരേന്ദ്രന്റെ പത്രസമ്മേളനത്തിലൂടെ അവരിതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങളിലൂടെ വെച്ച് നമ്മൾ കൃത്യമായ വിശകലനം ചെയ്താൽ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത് BJP തന്നെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അവർ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് തന്നെ സ്വന്തം പാർട്ടിക്കെതിരെ പലതവണ മാധ്യമങ്ങളോട് പ്രതികരിച്ചതാണ്. അവരെ പരിഗണിക്കുന്നില്ല, അവരെ അവഗണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. ഇന്നിപ്പോ അവർ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി. ഇതുവരെ കേരളത്തിലെ ഔദ്യോഗികമായ രീതിയിലുള്ള കേന്ദ്ര നേതൃത്വം, കേരളമോ ഇത്ര BJP നേതൃത്വമോ ഇവർ പറയുന്ന ഒരു കാര്യങ്ങളും ഓൺ ചെയ്തിട്ടില്ല. ഇവരെന്തായാലും BJP ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമല്ലല്ലോ, ഇവര് ദേശീയ പ്രസിഡന്റും അല്ല. അപ്പൊ ഇവർക്ക് ഒറ്റയ്ക്കൊരു നീക്കം നടത്താൻ പറ്റുന്നില്ല. കേന്ദ്ര നേതൃത്വത്തോട് അറിഞ്ഞിട്ട് അത് സംസ്ഥാനത്തിലെ അത്യുന്നത നേതൃത്വത്തോട് അറിഞ്ഞിട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അവരാരും ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല. ഇവരിങ്ങനെ മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് ഇ.പി. ജയരാജനെ 3 തവണ കണ്ടു, രാമനിലയത്തിൽ വെച്ച് കണ്ടു, വേറെ വെണ്ണലയിലുള്ള നന്ദകുമാറിന്റെ വീട്ടിൽ വെച്ചുകൊണ്ട് വേറെ കണ്ടെന്നൊക്കെ അവർ പറയുന്നതല്ലാതെ കൊണ്ട് കൃത്യമായ ഒരു തെളിവുകളും ഇല്ല. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം വ്യക്തമായി. പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ പ്രധാനപ്പെട്ട 3 ഇടങ്ങളിൽ, ഒന്ന് ലിഡിൻ ഹോട്ടല്, 2 വെണ്ണ ഈ പറയുന്ന രാമനിലയം, മറ്റൊന്ന് വെണ്ണലയിലെ നന്ദകുമാറിന്റെ വീട് വസതി. ഈ പറയുന്ന 3 കേന്ദ്രങ്ങളിൽ 2 ഇടങ്ങളിൽ, ഒന്ന് ലളിത് ഹോട്ടലായാലും രാമനിലയം ആയാലും അവിടുത്തെ ലെഡ്ജറുണ്ട് തെളിവായി. അവിടെ ആരാണ് പേര് രേഖപ്പെടുത്തി. പിന്നെ CCTV ദൃശ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ചില അസ്വാഭാവികതകളൊക്കെ ഉണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങൾ കൂടി പറയുമ്പോൾ ഇ.പിയുടെ മറുപടി എന്താണ് നമ്മുടെ മുന്നിലുള്ളത്? ജാവദേക്കറെ ഞാൻ കണ്ടിരുന്നു, എന്നെ വന്ന് കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ചില കാര്യങ്ങളിലാണ് ഇനി ക്ലാരിറ്റി. താങ്കൾ പറയുന്നത് പോലെ എന്താണ് തെളിവ്, അല്ലെങ്കിൽ ആരാണ് ഓൺ ചെയ്യുന്നത് ആ വ്യക്തിയെക്കുറിച്ച് എന്നതിനെ പറഞ്ഞ് അതിനപ്പുറത്തേക്ക് എന്താണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് താങ്കൾ മനസ്സിലാക്കുന്നില്ലേ? പ്രതീക്ഷ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വിശകലനം ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ബോധ്യമാണ്. 2023 ജനുവരി മാസത്തിലാണ് ഈ ഓപ്പറേഷന്റെ തുടക്കമെന്ന് അദ്ദേഹത്തെ കണ്ടെന്നാണ് ഈ പറയുന്ന ശോഭാ സുരേന്ദ്രൻ നിരന്തരമായി മാധ്യമങ്ങളോട് പറയുന്നത്. 2 വർഷമായിട്ട് താൻ ഡൽഹിയിലേക്ക് പോയിട്ടേ ഇല്ല എന്ന് ഇ.പി. ജയരാജൻ പറയുന്നു. ഈ 2 കാര്യങ്ങൾക്ക് നമുക്ക് തെളിവെടുക്കാൻ പറ്റുന്നുള്ളൂ. അദ്ദേഹം ഏതെങ്കിലും ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ട്, നിഷ്പ്രയാസം അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഡൽഹിയിലെ ലളിത് ഹോട്ടലിൽ അദ്ദേഹം താമസിച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന 2023 ജനുവരിക്കോ അതിനുശേഷം താമസിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ഈസി ആയിട്ട് അതിന്റെ ലെഡ്ജറിലൂടെ ഒരിക്കൽ പോലും ആ ലെഡ്ജറിന് കടവ് പറയത്തില്ല, കണ്ടുപിടിക്കാൻ പറ്റും. അതില്ല എന്ന് അദ്ദേഹം നിഷേധിച്ചപ്പോൾ ഇത്രയും സമയമായിട്ട് എന്തുകൊണ്ട് അതിന് തെളിവുമായിട്ട് ശോഭാ സുരേന്ദ്രൻ വരാത്തത്? അപ്പൊ അതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമല്ല. ഞാൻ ഈ പറഞ്ഞത് വാർത്തകളിലൂടെ കാണുന്ന വസ്തുതകൾ വിശകലനം ചെയ്താൽ ഏതൊരു വ്യക്തിക്കും ബോധ്യമാകുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഒരു കാര്യം വളരെ വ്യക്തമായി. ഓരോ ഘട്ടങ്ങൾ കഴിയും തോറും കളവുകൾ പുറത്തേക്ക് വരികയാണ്. ആദ്യമൊക്കെ എന്താണ് ഇ.പി. പറഞ്ഞത്? എനിക്കറിയത്തേയില്ല ഈ ദല്ലാളിനെ, അല്ലെങ്കിൽ ജാവദേക്കറുമായി ഞാൻ അങ്ങനെ ഒരു ബന്ധമില്ല, ഒരു കൂടിക്കാഴ്ചയില്ല, ദല്ലാളിനെ എനിക്കറിയില്ല. പിന്നീട് അദ്ദേഹം തന്നെ സമ്മതിക്കുകയാണ് ജാവദേക്കറും ഇയാളും എന്നിലേക്ക് വന്നു. അപ്പോൾ എത്ര വർഷം കഴിഞ്ഞിട്ട് അത് തലങ്ങൾ മാറിയപ്പോൾ ഒരു വെളിപ്പെടുത്തലുണ്ടായപ്പോൾ അതിനെ പിൻപറ്റി വീണ്ടും അദ്ദേഹം മലക്കം മറിയുന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് സംശയങ്ങൾ ബലപ്പെടുന്നത്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവ് BJP നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിൽ അത് പാർട്ടി അറിയിക്കാനുള്ള ഉത്തരവാദിത്തമില്ലേ, അല്ലെങ്കിൽ ആരെങ്കിലും അറിയാനുള്ള ഉത്തരവാദിത്തമില്ലേ? ഇങ്ങനെ ഒളിച്ചു വെച്ച് ഈ പ്രേമേന്ദ്രൻ പ്രധാനമന്ത്രിയെ കണ്ടതുമായി അതിനെയൊക്കെ വിമർശിക്കുന്ന ഒരു പാർട്ടി, അവിടെ ഒരു കളങ്കവും ജാഗ്രതക്കുറവും സംഭവിക്കാൻ പാടില്ല ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ സംബന്ധിച്ചോളം എന്ന ഒരു ഉൾക്കാഴ്ചയോടുകൂടിയാണെങ്കിൽ അത് സ്വയം ഒരു വിമർശനം സ്വീകരിച്ചുകൊണ്ട് മാറി നിൽക്കാനുള്ള, അല്ലെങ്കിൽ ഉടനടി പാർട്ടിക്ക് അതിൽ വ്യക്തത വരുത്താനുള്ള ബാധ്യതയില്ലേ? അല്ല, പാർട്ടി അതിനകത്ത് വ്യക്തത വരുത്തും. ഇ.പി. ജയരാജൻ സെക്രട്ടറിയിൽ വിശദീകരിക്കും അതിനെ സംബന്ധിച്ച കാര്യങ്ങൾ. ഇനിയിപ്പോ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഗോവിന്ദ മാഷ് വിശദീകരിക്കും. പക്ഷെ പറഞ്ഞതിനകത്തൊരു തെറ്റുണ്ട്. എനിക്ക് ഈ ദല്ലാൾ നന്ദകുമാറിനെ അറിയത്തില്ല എന്ന് ഇ.പി. ജയരാജൻ പറഞ്ഞു എന്ന് പറയുന്നത് നുണയാ. കാരണം ജസ്റ്റ് 1 വർഷം മുമ്പ്, 1 വർഷം ആകുന്നേ ഉള്ളൂ, ഗോവിന്ദ മാഷ് നടത്തിയ കേരള യാത്രയിൽ ഇദ്ദേഹം കണ്ണൂർ ജില്ലയിലൊക്കെ വന്നപ്പോൾ ഇദ്ദേഹം പങ്കെടുക്കാതെ എറണാകുളത്ത് വന്ന് ഡോക്ടറെ കണ്ടതിന് ശേഷം ഈ ദല്ലാൾ നന്ദകുമാറിന്റെ അമ്മയ്ക്ക് പൊന്നാടി അണിയിച്ചു ഒരു ക്ഷേത്രത്തിൽ പോയെന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് ഞാനിങ്ങനെ യാദൃശ്യമായിട്ട് പോയതാണ്, ആ ക്ഷേത്രഭാരവാഹി വിളിച്ചിട്ട് പോയതാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അറിഞ്ഞില്ല എന്ന് പറയുന്നതിനകത്ത് എന്താ അർത്ഥം ഇരിക്കുന്നത്? അത് അങ്ങനെ പറയത്തില്ല. കാരണം 1 വർഷം മുമ്പ് തനിക്ക് അറിയാവുന്നുള്ളവരും അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയത്. അപ്പൊ അതുകൊണ്ട് അത് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് നുണയാ. കാരണം ആ ചർച്ചകളിലൊക്കെ ഞാൻ പങ്കെടുത്തതാണ്. അപ്പൊ അതുകൊണ്ട് ഇ.പി. ജയരാജൻ പറയുന്നതാണ് ശരിയെന്നുള്ളൊരു വളരെ വസ്തുതാപരമായിട്ട് ഇത്തരം കാര്യങ്ങൾ വിശകലനം ചെല്ലുമ്പോൾ ആർക്ക് മനസ്സിലാവും. പിന്നെ ജാവദേക്കറെ കണ്ട കാര്യത്തിൽ
അത് പ്രജീഷിനോട് കഴിഞ്ഞ ദിവസം ചർച്ചയിൽ ഞാൻ പറഞ്ഞാണ്. ജാവദേക്കറെ കണ്ട് അത് യാദൃശ്യമായിട്ട് ചെന്ന് കണ്ടതാണെങ്കിൽ പോലും അദ്ദേഹത്തിന് വേണമെങ്കിൽ ആ ഒരു 5 മിനിറ്റത്തെ ചർച്ച ഒഴിവാക്കാമായിരുന്നു. അങ്ങനെ ഒരു ജാഗ്രത അദ്ദേഹത്തിന് കാണിക്കാമായിരുന്നു. അതേ ഒരു ശുദ്ധഹൃദയനായിട്ടോ അല്ലെങ്കിൽ ആദിത്യ മര്യാദയുടെ പേരിൽ, കണ്ണൂർ സംസ്കാരത്തിന്റെ പേരിൽ ശരി, അദ്ദേഹം എന്തായാലും വീട്ടിൽ റജീഷ് വിളിച്ച് നമുക്ക് ഒരു ഇടവേള വിളിച്ചിരുത്തി